എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് 2023 നവകേരള രക്ഷാപ്രവർത്തനം എന്ന പേരിൽ നമ്മുടെ ആലപ്പുഴ MLA AD തോമസിനെ തല്ലിച്ചതച്ച ന്യൂസ്. അത് ഇപ്പം പിന്നെയും വന്നതും ഒക്കെ. പക്ഷെ ഇപ്പോൾ ADGP അജിത് കുമാറിനെതിരെ കേസ് ഫയൽ തിരുത്തി എന്നുള്ളൊരു തെളിവ് ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം അതിൽ തന്നെ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ, അതായത് പോലീസ് ബുദ്ധിയിൽ മാറ്റിമറിച്ചിട്ടുണ്ട് എന്ന് AD തോമസ് പറഞ്ഞു. തനിക്ക് ഇതിന് നീതി കിട്ടിയില്ല, ഇതുവരെ നീതി കിട്ടിയില്ല. അതായത് എന്തുകൊണ്ട് ADGP അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ സ്ഥാനത്തുനിന്ന് മാറ്റാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇന്ന് AD തോമസ് ചോദിച്ചു. ശരിക്കും ആ ഒരു കേസിൽ മുഴുവൻ ഒരു അട്ടിമറി തന്നെ നടന്നിട്ടില്ലേ? കഴിഞ്ഞ മാസം 23-നാണ് AP ഷൗക്കത്ത് അലി നായകനായ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സമർപ്പിച്ച അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ട് എത്തുന്നത്. അപ്പോൾ ഈ ഒരു അന്വേഷണ സംഘത്തോട് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ DGP ചോദിക്കുകയാണ്. 4-5 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ ഒരു കേസ് ഫയൽ മുൻനിർത്തി, കേസ് ഡയറി മുൻനിർത്തി ചോദിക്കുകയാണ്. ഈ ഒരു ചോദ്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഇത് കോടതിയിലേക്ക് ഈ ഒരു ഫയൽ എത്തിക്കഴിഞ്ഞ് പ്രോസിക്യൂഷൻ, അതായത് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വാദിക്കുന്ന ഒരു വക്കീലുണ്ടല്ലോ, പ്രതിഭാഗത്ത് നിന്ന് വാദിക്കുന്ന വക്കീലുണ്ടല്ലോ, ഈ ഒരു വക്കീൽ വാദിക്കും ഇതുപോലെ ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു എന്തെല്ലാമാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയത്, അതായത് ഈ ഒരു കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ അതേസമയം അദ്ദേഹം മറ്റൊരിടത്തായിരുന്നു. ഈ ഒരു സംഭവം നടക്കുന്നൊരിടത്ത് എന്ന് പറയുമ്പോൾ വയനാട് മറ്റോ ആയിരുന്നു. അതായത് ആ ഒരു സമയത്തായിരുന്നല്ലോ വയനാട് ഒരു ദുരന്തം ഉണ്ടായത്. അപ്പം ആ ഒരു സമയത്താണ് ആ ഒരു രക്ഷാപ്രവർത്തനം, അല്ലെങ്കിൽ വയനാട് ദുരന്തമുഖത്തായിരുന്നു ഈ സമയത്ത് ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്ത് ഈ അജിത് കുമാർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം മുൻനിർത്തി ഈ കോടതിക്ക് തോന്നാവുന്ന ചില സംശയങ്ങൾ ഇത് DGP ഈ അന്വേഷണ സംഘത്തോട് ചോദിക്കുകയാണ്. ആ ഒരു സംശയം ചോദിച്ചതിൻ്റെ പേരിൽ റിപ്പോർട്ട് തിരിച്ച് മടക്കി നൽകുകയായിരുന്നു. അതായത് ഈ ഒരു എല്ലാവിധ രീതിയിലും ഒരു പൊളിറ്റിക്കൽ ഹോൾഡുള്ള ഒരു സീനിയർ IPS ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തിന് കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ എല്ലാ പഴുതുകളും അടച്ചതിന് ശേഷം വേണം ഈ കോടതിയിലേക്ക് ഇതെത്തിക്കാൻ. അല്ലെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു വല കീറി പുറത്തേക്ക് ചാടുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും. ഇപ്പോൾ SIT റിപ്പോർട്ട് സമർപ്പിക്കുന്നു, കോടതിയിലേക്ക് അത് വിടുന്നു, കേസ് വിളിക്കുന്നു, അങ്ങനെ ഹിയറിംഗ് നടക്കുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതച്ച ഗൺമാന്മാർക്ക് മുൻകൂർ ജാമ്യം കുറേ കാലത്തിന് ശേഷം കിട്ടിയില്ലേ എന്ന് പറഞ്ഞ പോലെ അതിനേക്കാൾ കുറഞ്ഞ സമയം മതി ഈ ഒരു കേസിൽ നിന്ന് പൂർണ്ണമായി പുറത്തു ചാടാൻ നമ്മുടെ ഈ അജിത് കുമാറിന്. അപ്പോൾ അതുകൊണ്ട് എല്ലാവിധ പഴുതുകൾ അടച്ചിട്ടാവണം ഈ ഒരു റിപ്പോർട്ട് കോടതിയിലേക്ക് എത്തേണ്ടതെന്നുള്ളൊരു ഉത്തമ ബോധ്യം DGPക്ക് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നടപടി ഇത്രയും വൈകുന്നത്. സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കോ അല്ലെങ്കിൽ സാധാരണക്കാർക്കോ രോഷമുണ്ടാവും, സംശയമുണ്ടാകും, അല്ലെങ്കിൽ ചോദ്യങ്ങളുണ്ടാവും. എന്തുകൊണ്ട് ഇതുപോലുള്ള അട്ടിമറിക്ക് കാരണക്കാരനായ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും പൊതു സ്ഥലങ്ങളിലൂടെ നടക്കുന്നു, അല്ലെങ്കിൽ സ്വതന്ത്രനായി വിലസുന്നു എന്ന രീതിയിലുള്ള സംശയങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ കാരണം ഇതാണ്, ഒരു കാരണവശാലും ഈ ഒരു കേസ് ഡയറി കോടതിയിൽ എത്തിയ ശേഷം ഇദ്ദേഹത്തിന് പുറത്തേക്ക് ചാടാൻ ഒരു കാരണം ഉണ്ടാവരുത്, ഒരു പഴുതുണ്ടാവരുത്. എല്ലാ പഴുതും അടച്ചതിന് ശേഷം വേണം ഈ ഒരു കേസ് ഡയറി കോടതിയിലേക്ക് എത്താൻ എന്നുള്ളത് കാരണം കൊണ്ടാണ് ഒരു പുനരന്വേഷണത്തിന് ഈ ഒരു SITയെ DGP പറയുന്നത്, അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരു പുനരന്വേഷണം ഒന്നുകൂടി ഈ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ ഈ വിട്ടുപോയ പഴുതുകൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്താനും കഴിയും. അപ്പോൾ അതിലൂടെ ഇപ്പോൾ പുറത്ത് ചാടാവുന്ന എല്ലാ ഓട്ടോകളും അടച്ചിട്ടാവണം ഈ ഒരു കേസ് ഡയറി കോടതിയിലേക്ക് എത്തേണ്ടത്. അതിനാണ് ഇത്ര കാലതാമസം. അല്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന സർക്കാർ ചെയ്യുന്നത് പോലെ ഈ ഒരു സർക്കാരും ഇദ്ദേഹത്തെ വെച്ചു ഉറപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രത്യേക പരിഗണന നൽകി പരിപാലിച്ചു കൊണ്ടുവരുന്നതോ ഒന്നുമല്ല. അതുപോലെ നമ്മൾ ഇന്നലെ ന്യൂസിൽ ഞാൻ വായിച്ചിരുന്നു, അദ്ദേഹം, അതായത് ഈ അജിത് കുമാർ കേസ് തിരുത്തിയത് വയനാട് ഉരുൾപൊട്ടൽ സമയത്തായിരുന്നു എന്ന്. കാരണം ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ ആ ഒരു ഉരുൾപൊട്ടലിലേക്ക് പോയ സമയം നോക്കിയാണ് അദ്ദേഹം ഈ കേസ് ഡയറി തിരുത്തിയതെന്നും, അതുപോലെ തൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥരെ സമ്മർദ്ദം കാരണം ഒരു ഉദ്യോഗസ്ഥന് ദേഹാസ്വാസ്ഥ്യം വന്ന് വീടു എന്നൊക്കെ പറയുന്നു. അപ്പം അത്രമാത്രം പ്രഷർ അദ്ദേഹം ഈ കേസിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് തെളിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ വരും. നാളെ വേറൊരു പാർട്ടി
ജയിച്ചാൽ തനിക്ക് ഇതില്ല എന്നുള്ളതെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കും അന്നേ അദ്ദേഹം ചെയ്തിരുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളത്തെ ഈ സർവീസിൽ എത്രത്തോളം തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, എത്ര കേസ് കുഴിച്ചു മൂടിയിട്ടുണ്ടായിരിക്കും അല്ലേ? പിന്നെ തീർച്ചയായും ഇതേ ഒരു സംശയം നമ്മൾ മുമ്പും ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് മാത്രമല്ല പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. കാരണം എന്താ പറയുക, ഒരു ക്രമസമാധാന ചുമതലയിലുണ്ടായിരുന്ന ഒരു സീനിയർ മോസ്റ്റ് ഓഫീസറാണ്. അപ്പം ആ ഒരു ഓഫീസർക്കുള്ള ഒരു ഇൻ്റലിജൻസ് അത് വേറൊരു തലത്തിലായിരിക്കും. കൂടാതെ ഡയറക്റ്റ് IPS കിട്ടിയിട്ടുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടായിരിക്കണം ഈ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ ലൂപ്പുകളെല്ലാം അടയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന നിമിഷം അദ്ദേഹത്തിന് ഫുൾ കോൺഫിഡൻസിലാണ്. കാരണം ഈ ഒരു കേസ് കുഴിച്ചുമൂടാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി ഇതുപോലെ ആരോപണങ്ങൾ എന്തെങ്കിലും എന്തായാലും അത് കുഴിച്ചുമൂടാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള എല്ലാ കോൺഫിഡൻസിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇനി വരാൻ പോകുന്നതുമെല്ലാം. അപ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വേറൊരു ഡയറക്ഷൻ പറയാം. അതായത് ഈ ഒരു കേസ് ഡയറി കോടതിയിലേക്ക് എത്തി അദ്ദേഹം തിരിച്ച് അപ്പീലിന് പോവുകയാണ്. അപ്പോൾ അപ്പീലിന് പോയാൽ തീർച്ചയായും ഇദ്ദേഹത്തിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു വിധിയായിരിക്കും വരുന്നത്. ആ വിധി വന്നാൽ ഒരുപക്ഷെ ഈ ഒരു യൂത്ത് കോൺഗ്രസിനും അല്ലെങ്കിൽ ഈ ഒരു സർക്കാരിനും വലിയൊരു ബ്ലാക്ക് മാർക്കാവും. അപ്പം ഇതുപോലുള്ള ഓരോ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അമിതമായിട്ട് ഇടപെടൽ നടത്താതെ, റിപ്പോർട്ട് ചോദിച്ച് വാങ്ങാതെ വരുന്ന റിപ്പോർട്ടിനനുസരിച്ച് നോക്കി നടപടി എടുക്കാനായിട്ട് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ചെന്നിത്തല ആയാലും അല്ലെങ്കിൽ മുഖ്യമന്ത്രി VD സതീശനെ ആയാലും കാത്തിരിക്കുകയാണ്. അല്ലാതെ DGPയിൽ നിന്ന് ചോദിച്ച് വാങ്ങാന്നുള്ള ഒരു പരിപാടി ചെയ്താൽ ഒരുപക്ഷെ അത് ഭാവിയിൽ കേസിൻ്റെ ഇതിനെയോ അല്ലെങ്കിൽ ഈ ഒരു അപ്പീൽ നൽകുമ്പോൾ അതിനൊരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ഉണ്ടാവാൻ കാരണമാവും. അതുകൊണ്ടാണ് ഒരു അടങ്ങിയിരിക്കുന്നത്. വേവോളം കാത്താൽ ആവോളം കാക്കാമെന്നല്ലേ. അപ്പോൾ കുറച്ചു നേരം കാത്തിരിക്കുക. അത് കഴിഞ്ഞ് ഈ ഒരു ഇദ്ദേഹത്തെ പൂർണ്ണമായും ഈ ഒരു കയ്യിലേക്ക്, അതായത് വറച്ചട്ടിയിലേക്ക് കിട്ടുമ്പോൾ മസാല കൂട്ടി പൊരിച്ചടിക്കാം എന്നുള്ള ഒരു വിചാരത്തിലാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഇരിക്കുന്നത്. 2023 നടന്ന സംഭവമാണ്. ഇതിന്റെ വീഡിയോസും ദൃശ്യങ്ങളും എല്ലാം നമ്മളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്, എല്ലാവരും കണ്ടതുമാണ്. പക്ഷെ എന്നിട്ട് പോലും കേസ് തെളിയിക്കാനുള്ള ഒരു പൂർണ്ണമായിട്ടൊരു തെളിവില്ല. നമുക്കറിയാം ഇപ്പോൾ 2026 3 വർഷത്തിന് ശേഷമാണ് UDF അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്ത ഒരു കാര്യമാണ് ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്തത്. ആ റീഓപ്പൺ ചെയ്ത് ഇത്രയും വന്നത് കുറച്ചെങ്കിലും അവർക്ക് കുറച്ച് തെളിവുകളും കാര്യങ്ങളും ഒക്കെ നേടി ഇത്രയെങ്കിലും കേസിൽ എത്തിക്കാൻ സാധിച്ചത് ഇപ്പോഴാണ്. അപ്പം ഇതിന്റെ അന്ത്യം കാണുമെന്ന് തന്നെ നമുക്ക് ഉറച്ച് വിശ്വസിക്കല്ലേ? തീർച്ചയായും. അതുകൊണ്ടാണല്ലോ, അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു വെളിപാടുണ്ടായിട്ട് ഇതിന്റെ പുറകെ വണ്ടി എടുത്ത് പോകുന്നോ അല്ലെങ്കിൽ വടികെട്ടി പോകുന്നതോ അല്ലല്ലോ. അതായത് ഇത്ര വർഷം മുമ്പ് 3-4 വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തിന് അനുഭവിക്കേണ്ടി വന്നത്, അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായാലും അല്ലെങ്കിൽ UDF പ്രവർത്തകരായാലും അനുഭവിക്കേണ്ടി വന്നതിൻ്റെ ഒരു എക്സ്ട്രീം അങ്ങേയറ്റമാണ്. അപ്പം അതിൻ്റെ 4-1 പോലും ഇവർക്ക് ഈ ഒരു സ്ട്രെസ് അവർക്ക് അനുഭവിക്കേണ്ടിയിരുന്നില്ല. ഇവരൊക്കെ ആകെ മനസ്സിലുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഇവർ ചെയ്ത പാപത്തിൻ്റെ ഇതെല്ലാം കറയെല്ലാം എങ്ങനെയൊക്കെ മായ്ച്ചു കളയാമോ അല്ലെങ്കിൽ പഴുതുകൾ എങ്ങനെയെല്ലാം അടയ്ക്കാമോ എന്ന് മാത്രമാണ് ഇവർ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഒരു ഇരയുടെ അല്ലെങ്കിൽ ഈ ഒരു കുറ്റകൃത്യത്തിൽപ്പെട്ട്, അതായത് തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡാമേജ് വരികയും ആ ഒരു കേസിൽ തങ്ങളെ കൂടുതൽ വേട്ടയാടുകയും ചെയ്ത ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു ഇവിടെ. അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ ആ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിന് നീതി നൽകാൻ അല്ലെങ്കിൽ നീതി നേടിക്കൊടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട.